നമസ്കാരം. തന്ത്രങ്ങളുടെ ആശാനായ അമിത്ഷായും ഭരണതന്ത്രജ്ഞതയുടെ ആശാനായ നരേന്ദ്രമോദിയും കൂടിച്ചേർന്നപ്പോൾ BJP വൻ വളർച്ചയിലേക്ക്. പിളർത്തിയും അടർത്തിയെടുത്തും പാർട്ടികളെ ഛിന്ന ഭിന്നമാക്കി BJP വളരുകയാണ് ഇന്ത്യയിൽ. അത് മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വാധീനമില്ലാത്ത വിധം, ഇനി നിലനിൽക്കാൻ കഴിയാത്ത വിധം മുന്നേറുകയാണ് BJPയുടെ വളർച്ച. ലോകസഭയിലും രാജ്യസഭയിലും ഏതെങ്കിലും നിയമങ്ങളോ ബില്ലുകളോ പാസാക്കാൻ കഴിയാത്ത വിധം, 2/3 ഭൂരിപക്ഷം ഇല്ലാത്ത വിധം ഒരവസ്ഥയിലായിരുന്നു BJP. എന്നാൽ ആ അവസ്ഥയിലേക്ക് വളരെ വേഗം കുതിച്ചെത്തുകയാണ് ഇന്ത്യയിൽ BJP. മമതയെ പിളർത്തിയും DMKയെ തളർത്തിയുമൊക്കെ BJP തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം അടുത്തുകൊണ്ടിരിക്കുന്നു. അവസാനം കേൾക്കുന്ന വാർത്ത വളരെ വിചിത്രമാണ്. നിയമസഭയിൽ 80 അംഗങ്ങളുണ്ടായിരുന്ന മമതാ ബാനർജിയുടെ 60 അംഗങ്ങളും കൂറുമാറി. അവർ BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കും എന്നൊരവസ്ഥയിലേക്കാണ്. യഥാർത്ഥത്തിൽ ഈ 60 പേരും BJPയിൽ ചേരാൻ തയ്യാറായിരുന്നു. പക്ഷേ ആ രീതിയിൽ BJPയിലേക്ക് അവരെ അംഗങ്ങളായി എടുക്കാൻ BJP തയ്യാറല്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ഘടകമായി അവർ നിൽക്കുകയാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥ വളരെ രസകരമാണ്. ഇന്ത്യ സഖ്യം കൂടുതൽ കരുത്താർജിക്കുന്നതിന്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനുള്ള യോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത. മറ്റൊന്നുമല്ല, ലോകസഭയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 28 MPമാരിൽ 20 പേർ കൂറുമാറിക്കഴിഞ്ഞു. അവർ ഒരു പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്നതിന് ലോകസഭാ സ്പീക്കർക്ക് അപേക്ഷ നൽകുകയും അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ BJPക്ക് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കകോലി ഘോഷ് ദസ്തിദാറാണ് ലോകസഭയിൽ വിമത തൃണമൂൽ കോൺഗ്രസ് MPമാരുടെ നേതാവ്. BJPക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2014 മുതൽ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഭൂരിപക്ഷത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. 2024 ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ, അന്ന് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി ഭൂരിപക്ഷത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്ന BJPക്ക് അത് മറികടക്കാൻ സാധിച്ചു. നാളെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്നു എന്ന റെക്കോർഡ് നരേന്ദ്രമോദിയിൽ എത്തിച്ചേരുകയാണ്. ഇനി BJPയുടെ ലക്ഷ്യം ലോകസഭയിലും രാജ്യസഭയിലും വരുന്ന ബില്ലുകളുടെയും നിയമങ്ങളുടെയും പിന്തുണയാണ്. 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം വേണം ബില്ലുകളും നിയമങ്ങളും പാസാക്കുന്നതിന്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ 28 MPമാരിൽ 20 പേർ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 543 MPമാരാണ് ലോകസഭയിൽ, 3 ഒഴിവുകൾ. ബാക്കി 540 MPമാരുണ്ട് ലോകസഭയിൽ. ഇതിൽ 293 NDAയുടെ അംഗബലം. തൃണമൂൽ കോൺഗ്രസിന്റെ 20 അംഗങ്ങൾ കൂടി എത്തുമ്പോൾ NDAയുടെ അംഗബലം 313 ആയി മാറുന്നു. 23 അംഗങ്ങളുള്ള DMK NDAക്ക് പ്രശ്നാധിഷ്ഠിത പിന്തുണ നൽകാം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. DMK കൂടി എത്തിച്ചേരുമ്പോൾ 335 NDAയുടെ ലോകസഭയിലെ അംഗസംഖ്യ. ഇരു വിഭാഗങ്ങളിലും അംഗമല്ലാത്ത 12 MPമാർ കൂടി NDAയോട് കൂടി ചേരുമ്പോൾ NDAയുടെ അംഗസംഖ്യ 347 ആകുന്നു. വെറും 13 MPമാരുടെ കുറവാണ് NDAക്ക് നിയമ ഭേദഗതികൾ പാസാക്കുന്നതിനും ബില്ലുകൾ പാസാക്കുന്നതിനും ലോകസഭയിൽ ഇനി വേണ്ടത്. എന്തായാലും അതും താമസിയാതെ എത്തിക്കാൻ കഴിയും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും. വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഈ 360 MPമാർ വേണമെന്നില്ല. കുറച്ചുപേർ മാറി നിന്നാലും അതിന് ആനുപാതികമായി ഭൂരിപക്ഷത്തിന്റെ എണ്ണം കുറയും. അങ്ങനെയുള്ള കുറവും ബില്ലുകൾ പാസാക്കുന്നതിന് പരിഗണിക്കപ്പെടും. ഇനി രാജ്യസഭയിൽ 2/3 ഭൂരിപക്ഷത്തിന് 164 പേരുടെ പിന്തുണയാണ് വേണ്ടത്. രാജ്യസഭയിലെ സ്ഥിതി നമുക്കൊന്ന് നോക്കാം. 106 അംഗങ്ങൾ NDAക്ക് രാജ്യസഭയിലുണ്ട്. 7 പേർ ആം ആദ്മിയിൽ നിന്ന് വന്നു ചേർന്നു കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ 113 രാജ്യസഭയിൽ BJPയുടെ അംഗബലം. DMKക്ക് 8, തൃണമൂലിന് 12 MPമാരുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ 20 MPമാരുണ്ട്. അതിൽ തന്നെ 16 MPമാർ കൂടി NDAയിൽ ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, രാജ്യസഭയിലും ബില്ലുകൾ കടന്നു പോകുന്നതിന് NDAക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അപ്പോൾ
ഇനി NDAയുടെ അടുത്ത നീക്കം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതായിരിക്കും. അതുപോലെ മണ്ഡല പുനർനിർണയവും. അതിലൂടെ BJP ലക്ഷ്യമിടുന്നത് വൻ വളർച്ചയാണ്. എതിരാളികളില്ലാതെ അല്ലെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ദ്വിപാർട്ടി സംവിധാനമോ ഏക പാർട്ടി സംവിധാനമോ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. ഏക പാർട്ടി സംവിധാനം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നത് ഒരൊറ്റ പാർട്ടി, മറ്റൊരു പാർട്ടി നിലവിലില്ല. ദ്വിപാർട്ടി എന്ന് പറയുമ്പോൾ അമേരിക്കയിലും മറ്റുമുള്ളതുപോലെ ഭരണപക്ഷവും പ്രതിപക്ഷത്ത് ഒരു പാർട്ടിയും മാത്രം. ആ ഒരു അവസ്ഥയിലേക്ക് NDA നീങ്ങുകയാണ്. അവരുടെ ലക്ഷ്യവും അത് തന്നെയാണ്. മറ്റു പാർട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പാർട്ടിയെ സമ്പൂർണമായി നശിപ്പിക്കുമ്പോൾ അതിന്റെ ആത്യന്തികമായ ഗുണഫലമുണ്ടാകുന്നത് BJPക്കാണ്. അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളിൽ ഉരുത്തിരിയുന്ന ബോംബുകൾ, പ്രശ്നങ്ങൾ വളർത്താൻ തന്നെയാണ് BJPയുടെ നീക്കം. ആ രീതിയിൽ തന്നെയാണ് മമതയെ അമ്പാടെ തകർത്തത്. മമതയുടെ തൃണമൂൽ കോൺഗ്രസ് തകരുകയും DMK അധികാരത്തിൽ നിന്ന് ഒഴിയുകയും ചെയ്തതോടുകൂടി ഇതിന്റെ സമ്പൂർണ്ണ ഫലം BJPക്കായിരിക്കുന്നു. ഇതിനിടയിൽ മമതയുടെ ആപ്പീസ് പൊട്ടിക്കുന്ന ഏർപ്പാടും BJP ചെയ്യുന്നുണ്ട്. മമതയുടെ ആസ്ഥാന മന്ദിരം, തൃണമൂൽ കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരം വാടക കെട്ടിടമായിരുന്നു. അതൊഴിഞ്ഞു കൊടുക്കാൻ കെട്ടിട ഉടമ ആവശ്യപ്പെട്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഭൂരിഭാഗം MLAമാരും MP മാരും വിമത ക്യാമ്പിലെത്തി. BJPയോട് ചേർന്ന ഈ ഞെട്ടലിനിടയിലാണ് മമതയുടെ ആസ്ഥാന മന്ദിരം ഒഴിയാനുള്ള നോട്ടീസും എത്തുന്നത്. അതും ഒഴിയുന്നതോടുകൂടി മമതയുടെ പ്രതാപകാലം 100% അസ്തമിച്ചിരിക്കുന്നു പശ്ചിമ ബംഗാളിൽ. ഇനിയൊരു മമതക്കാലം യാതൊരു കാരണവശാലും ഇന്ത്യയിലേക്ക്, പശ്ചിമ ബംഗാളിലേക്ക് തിരിച്ചു വരില്ല എന്നുറപ്പിച്ചിരിക്കുകയാണ് BJP. ഈ കെട്ടിടമൊഴിയുന്നതിന്റെ പിന്നിലും BJPയുടെ കൈകളുണ്ട് എന്ന് തന്നെയാണ് മമതയുടെ ആരോപണം.